സോഫ്റ്റ് ആയിട്ടൊന്ന് നിർത്തിക്കുക. എപ്പോഴും സാറ് ഭാരം എടുത്ത് തന്നെയാണ് ചെയ്യുന്നത്. ആ ഗ്ലാസ് പൊക്കിക്കുന്നത്, ബ്രേക്കൊന്നും വിടരുതേ. മുഴുവൻ പൊങ്ങട്ടെ. പൊങ്ങിയില്ലേ? പോവാം നമുക്ക്. സ്റ്റിയറിംഗിൽ നോക്കരുത്, ആ മുൻവശം നോക്കി സാറിന് വേണ്ടത്ര തിരിവെടുക്കുക, നിവർത്തുകയൊക്കെ ചെയ്തോണം കേട്ടാ. ഒന്ന് ഇവിടെ നിന്ന് ഒതുക്കി നിർത്തിക്കുക സാറേ. അത്രയും ഭാരം എടുക്കാതെ ഇത് ഉരുളുന്നതനുസരിച്ച് അതിനെ നിവർത്തുകയും ചരിക്കുകയും എല്ലാം സാറ് ചെയ്യേണ്ടി വരും. അപ്പോൾ സാവധാനത്തിൽ ഉരുളുകയും വേണം, വണ്ടിയെ ലെവൽ ചെയ്യുകയും വേണം. നിൽക്കട്ടെ. നിർത്തുമ്പോഴുള്ള പവറും കൂടെ ഇല്ലാതാക്കണം സാറേ. സാറത് അവിടെ എ ഓഫ് എന്ന് പറഞ്ഞൊരു സ്വിച്ച് കണ്ട, അതിലൊന്ന് ഞെക്കിക്കുക സാറേ. ഒരു മഞ്ഞ ലൈറ്റ് തെളിഞ്ഞില്ലേ? അതല്ല ഇപ്പുറത്തെ ഇത് ഓക്കെ. പോട്ടെ. നോക്കരുത്, ഡ്രൈവ് മോഡിലല്ലേ വണ്ടി. ഒരു ഹോൺ അടിച്ചോ സാറ്? വരുന്നുണ്ടെന്ന് അറിയാം. നമ്മുടെ സൈഡ് നോക്കി തിരിഞ്ഞു. വളവ് എടുക്കുമ്പോൾ ആക്സിലേറ്റർ അത്ര സ്പീഡ് വേണ്ട സാറേ കേട്ടാ. അതൊന്ന് ഫ്രീ ആക്കി കൊടുത്തേക്കണം. കാരണം ആരെങ്കിലും കണ്ടാൽ സാർ അതായത് പിടിച്ച് ചവിട്ടി താത്തും. മുന്നിലെ റോഡ് കാണാത്തപ്പോ എപ്പോഴും അങ്ങനെ ഒരു കാഴ്ച ഇല്ലാത്തപ്പോ ആക്സിലേറ്റർ ഫ്രീ ആക്കി കൊടുക്കും. ബ്രേക്കിൽ വേണേ വെച്ചു ആ കാല്, കുഴപ്പമൊന്നുമില്ല. മനസ്സിലായ? മുന്നിലെ റോഡ് കാണാത്തപ്പോ എപ്പോഴും ബ്രേക്ക് കീപ്പ് ചെയ്ത് പോവാ. ചവിട്ടരുത്, ബ്രേക്കിൽ വെച്ച് കാല് വെച്ചേ പോവാളൂ മുന്നിലെ റോഡ് കാണാത്തപ്പോ. സാർ എവിടെയെങ്കിലും ഒന്ന് ഒതുക്കി നിർത്തിക്കുക. ചുമ്മാ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ആ ചവിട്ട് വരരുത്. സാറിപ്പോൾ സ്ഥലം കണ്ടുപിടിച്ചിട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് അതിനെ ലെവൽ ചെയ്ത് നിർത്തുകയും വേണം. സോഫ്റ്റ് ആയിട്ട് നിർത്തും. ഇപ്പോഴും ഒരു പവർ എടുത്ത് തന്നെയാണ് നിർത്തുന്നത്. നമ്മൾ നിർത്താൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ സാർ ഒരു സ്ഥലം കണ്ടുപിടിക്കണം. ലെഫ്റ്റിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. സോഫ്റ്റ് ആയിട്ട് കൊണ്ടുവന്ന് അവിടെ ലാൻഡ് ചെയ്യുകയേ ചെയ്യാവുള്ളൂ. പവർ എടുത്ത് ചവിട്ടി നിർത്തരുത് വണ്ടിയെ. ഓക്കെ അല്ലേ സാറ്? ഞാൻ നിർത്താൻ പറഞ്ഞോണ്ട് തന്നെ ഒരു ചവിട്ട് കൊടുത്തു വണ്ടിയിൽ. പോട്ടെ. ആക്സിലേറ്ററിലും ആ ചവിട്ട് വരണ്ട സാറേ. വണ്ടി ഒരു മൂവ്മെന്റ് എടുത്ത് സാറിന് ഓക്കെയാണ് പോകാമെന്ന് തോന്നുമ്പോൾ ആക്സിലേറ്റർ കൊടുത്തു തുടങ്ങിയാൽ മതി വണ്ടിക്ക്. എവിടെയെങ്കിലും ഒന്ന് ഒതുക്കി നിർത്തിക്കുക സാറേ. അപ്പോൾ ഇൻഡിക്കേറ്റർ ആദ്യം ഓൺ ചെയ്യും. പുറകിൽ വരുന്നവൻ അറിയട്ടെ സാർ ഒതുക്കി നിർത്താൻ പോവാന്ന്. എന്നിട്ട് സാറൊരു സ്ഥലം കണ്ടുപിടിച്ച് സോഫ്റ്റ് ആയിട്ട് അവിടെ വണ്ടി സൈഡ് ഒതുക്കി നിവർത്തി കൊണ്ടുപോയി നിർത്തും. ഇതിപ്പോൾ അയാളുടെ വീടിൻ്റെ വാതിക്കല്ല, കുറച്ചുകൂടെ മുന്നിലേക്ക് മാറി സാറിന് നിൽക്കാം. ശരിയല്ലേ? നിൽക്കട്ടെ. ഓക്കെ. നിർത്തിയ ഉടനെ എന്ത് ചെയ്യണം സാറേ? വണ്ടി ന്യൂട്രലാക്കിയത്. അത് മറന്നു പോകരുത്. ഇനി ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകണമെങ്കിൽ വീണ്ടും ഗിയർ ഇട്ട് ഇനി നോക്കി സാറേ, ആക്സിലേറ്ററെ ചവിട്ടി താഴ്ത്തരുത്. കാരണം വണ്ടി സൈഡ് ഒതുക്കി കിടക്കുക. അത് നീങ്ങി റോഡിൽ കൊണ്ടുവരണം, നമ്മുടെ ലെവലാവണം, എന്നിട്ടേ ആക്സിലേറ്റർ കൊടുത്ത് പോകാവുള്ളൂ. നമ്മൾ എന്ത് കാര്യം കുറച്ചുകൂടി ഇതുപോലെ സമാധാനമായിട്ട് സമയം എടുത്തേ ചെയ്യാവുള്ളൂ. ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്ത് ഇറങ്ങും തോറും ഇതിന് സ്പീഡ് കിട്ടും. സാറ് ബ്രേക്കിൽ അതിനെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊടുക്കണം. സാർ എവിടെയെങ്കിലും ഒന്ന് ഒതുക്കി നിർത്തിക്കുക. ഞാൻ പറയുന്നത് കേട്ടിട്ട് നിർത്തണ്ട. ഒരു സ്ഥലം സാറ് തന്നെ ഫിക്സ് ചെയ്തിട്ട് ഇൻഡിക്കേറ്റർ ആദ്യമേ തന്നെ ഓൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സോഫ്റ്റ് ആയിട്ട് ഇതിനെ സ്ലോ ചെയ്ത് അവിടെ കൊണ്ടുവന്ന് ലെവൽ ചെയ്ത് നിർത്തണം. നിർത്തിയിട്ട് സാർ എന്ത് ചെയ്യേണ്ടി വരും? ഓക്കെ ആണ്.
സാർ ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നുണ്ട്. കുറച്ച് ധൃതി പിടിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. അത് വേണ്ട സാറിന്. ഇങ്ങനെ ഒരു കാഴ്ചയില്ല, കണ്ട ആ വളവിൽ അപ്പുറത്ത് എന്താന്ന് സാറിന് കാണാൻ വയ്യ. അവിടെ സാർ ഒരിക്കലും ആക്സിലേറ്റർ കൊടുത്ത് കയറി ചെല്ലരുത്. അല്ലെ നമ്മൾ അത് ഓടിച്ച് കുറച്ച് എക്സ്പീരിയൻസ് ആയാൽ മാത്രമേ നമുക്ക് സമയത്ത് പ്രതികരിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നമുക്കത് പറ്റില്ല, നമ്മൾ ഷോക്കാകുകയെ ചെയ്യുള്ളൂ. അപ്പൊ അവിടെ ഒരാളെ പ്രതീക്ഷിച്ചോണം സാറ്. അങ്ങോട്ട് ചെല്ലും തോറും എതിരെ ഒരു വലിയ വണ്ടി വരുമെന്ന് പ്രതീക്ഷിച്ചാൽ സാറ് വേഗത കുറയ്ക്കും, നമ്മുടെ സൈഡ് കീപ്പ് ചെയ്യുകയും ചെയ്യും. പോട്ടെ. ഇല്ല, അതിലൊന്നും സ്ട്രെയിൻ ചെയ്യാം സാറേ. സാർ എത്ര വർഷമായി ലൈസൻസ് എടുത്തിട്ട്? 2022 ലൈസൻസ് പിന്നെ വണ്ടി തൊട്ടിട്ടില്ല. പിന്നെ ഒരു പ്രാവശ്യം ആക്സിഡന്റ് പറ്റി, വണ്ടി നല്ലോണം വന്ന് പിടിച്ചു വന്നായിരുന്നു. ആ സമയത്താണ്. അപ്പുറത്തേക്ക് ശ്രദ്ധിക്കേണ്ട സാറേ. ഈ സ്ഥലം കണ്ട ഇത് യൂസ് ചെയ്ത് പോകാൻ പറ്റണം നമുക്ക്. അപ്പൊ ആക്സിലേറ്റർ വേണ്ട വണ്ടിക്ക്. സാറ് സോഫ്റ്റ് ആയിട്ട് ഇതിനെ നിയന്ത്രിച്ച് ഈ സൈഡിൽ തന്നെ കീപ്പ് ചെയ്തോണ്ടിരിക്കും വണ്ടിയെ. അല്ലാതെ അവിടെ എന്താന്ന് എത്തി നോക്കരുത്. കണ്ട, അപ്പൊ ആരെങ്കിലും വന്നാലും സാറിന്റെ സൈഡ് കീപ്പ് ചെയ്ത് പോകാൻ പറ്റും. പോട്ടെ. ഇപ്പൊ സാർ നോക്കിയാ അവിടുത്തെ വശം കാണാൻ മേല നമുക്ക് ഒരു ഹോൺ അടിച്ചേക്ക്. സാർ ഉണ്ടെന്ന് അറിയട്ടെ. ഓക്കെ, ഇനി എത്തി നോക്കണ്ട. സാറിന് ഈ കാണാവുന്ന സൈഡ് മാത്രം കീപ്പ് ചെയ്ത് വണ്ടിയെ കൊണ്ടുപോകും. അങ്ങോട്ട് ചെല്ലും തോറും വീണ്ടും മുന്നിലേക്കുള്ള വഴി നമുക്ക് തെളിഞ്ഞു വന്നോണ്ടിരിക്കും. അവിടെ ധൃതി വരരുത്. നമ്മളിപ്പോ 1 മാസത്തിന് മുമ്പാ ഇവിടെ വന്നതല്ലേ സാറിന്റെ വീടിന്റെ അടുത്ത്. ഞാൻ പറഞ്ഞു സാറിനോട് അങ്ങോട്ട് പോണത് ഒരു ഹൈ റേഞ്ച് അല്ലേന്ന് ചോദിച്ചപ്പോ സാർ ഭയങ്കര കയറ്റോ ഇറക്കും. നല്ല രസമാണ് റോഡ് യാത്ര ചെയ്യാൻ. ഞങ്ങളൊരു മാനുവൽ വണ്ടിയിലാ വന്നത് അല്ലേ? അതിലേക്കൂടെയൊക്കെയാ പോയത്. അവര് പറഞ്ഞു ഓർക്കുന്നില്ല. അല്ല, കുറച്ച് ദൂരത്താ. ഞങ്ങളിങ്ങനെ കറങ്ങി കയറി വന്നതാ. മഴയായിരുന്നു നല്ല. ഒന്നും കാണാനും പറ്റത്തില്ല. സാറിന് ഞാൻ നോക്കിട്ട് ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. സാറിന് ചെറിയൊരു മനസ്സിനൊരു സമ്മർദ്ദമാ. എന്താണ് ഏതാകും എന്നുള്ളൊരു ടെൻഷനാ. പിന്നെ മറ്റുള്ളവരെ ഓർത്ത് സാറിന് ഒരു ചെറിയൊരു വൈലഭ്യമുണ്ട്. അയൽവക്കക്കാര് അവരൊന്നും അല്ലല്ലോ നമുക്ക് ചെലവിന് വരുന്നതാണാ. അല്ല സാർ, അവർ ഈ പ്രഷർ ചെയ്ത് ഈ ബ്രേക്കും കൂടെ ചവിട്ടിൽ നിർത്തിയാൽ കഴിഞ്ഞാൽ സാർ ഓക്കെയാണ്. സാറിന് ഞങ്ങളുടെ ആവശ്യമൊന്നുമില്ല. സാറങ്ങ് കൊണ്ടുപോയിക്കോ. അടുത്തൊക്കെ സ്ഥലം കാണാൻ മേല സാറേ. അഡ്വാൻസ് ആയിട്ട് പ്രിപ്പയർ ചെയ്തോ. ചവിട്ടാനല്ല, ബ്രേക്ക് ചവിട്ടാൻ റെഡി ആയിട്ടിരുന്നോ സാറ്. വണ്ടിക്ക് മൂവ്മെന്റ് ഇല്ല എങ്കിൽ മാത്രമേ ആക്സിലേറ്റർ ഉപയോഗിക്കാവുള്ളൂ. അതും ടെമ്പററി ആയിട്ട് കൊടുക്കുക മാറ്റുക അങ്ങനെ കൊണ്ടുപോയിക്കോണം. അപ്പൊ ചെറുതായിട്ടൊരു മൂവ്മെന്റ് കൊടുക്കണം വണ്ടിക്ക്. സാർ ഇങ്ങനെ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ പുറകെ നിർത്തിന് ഹോൺ അടിക്കും. അവനെ ഓർത്ത് ടെൻഷനായി ആക്സിലേറ്റർ കൊടുക്കരുത്. അങ്ങനെയാണെങ്കിൽ ഉടനെ വണ്ടി ഒതുക്കി എടുത്തിട്ട് ഡോർ തുറന്നിട്ട് ചോദിക്കണം എന്താണ് നിന്റെ പ്രശ്നമെന്ന് ചോദിക്കണം. ആ ഒരു മനസ്സ് കാണിച്ച സാർ ഒരു ഡ്രൈവറാണ്. മനസ്സിലായി? എല്ലാവരും തികഞ്ഞല്ല ഡ്രൈവിംഗ് വരുന്നത്. ആരും വൈറ്റിൽ കിടന്നുകൊണ്ടേ പഠിച്ചോണ്ട് വരുന്നില്ല. എല്ലാവരും, ഞാനാണെങ്കിലും ശംഭു ആണെങ്കിലും എല്ലാവരും ഇങ്ങനെ കുറേശ്ശെ ഓടിച്ചാണ് ഡ്രൈവർ ആകുന്നത്. മനസ്സിലായ? അപ്പൊ സാറും അത് തന്നെ. അല്ല അവനെ 12 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട് വണ്ടി. ഗിയർ മാറ്റം അറിയാമല്ലാതെ. സത്യമായിട്ടും പറഞ്ഞു, സീരിയസ് ആയിട്ട് പറഞ്ഞു സാറേ. 12 കിലോമീറ്റർ ഓടിപ്പോയിട്ടുണ്ട് ഫസ്റ്റ് ഗിയറിൽ. ഗിയർ മാറ്റം അറിയാമല്ലാഞ്ഞിട്ട്. അതാണ് നമ്മൾ. അല്ലാതെ പേടി കാരണം അടുത്ത ഗിയർ ഇട്ട എന്ത് പറ്റുമെന്ന് പേടി കാരണം ഫസ്റ്റ് ഗിയർ അല്ലെങ്കിൽ ഇവിടുന്ന് ലെഫ്റ്റ് കയറിയല്ലേ നമ്മളന്ന് വന്ന ഈ അല്ല. സാറ് ഒന്നും കൊണ്ടും പേടിക്കേണ്ട സാറ്. സാറിന് ബ്രേക്ക് ഔട്ടാണ് അറിയാം. മുന്നിലൊരു തടസ്സം കാണുമ്പോൾ പുറകില് ഓടിച്ചു വരുന്ന ഡ്രൈവർ അറിയുന്ന രീതിയിൽ ബ്രേക്ക് ഔട്ടുക, അല്ലെങ്കിൽ പുറകെ കൊണ്ടുവന്നാണ് തട്ടും. അപ്പൊ സാറിന് കാണാവുന്ന സ്ഥലം യൂസ് ചെയ്ത് പോകാൻ പറ്റണം. സാറ് അങ്ങോട്ട് ചെല്ലും തോറും സാറിന് വേണ്ട വഴി തെളിഞ്ഞ് വന്നോണ്ടിരിക്കും. അല്ലാതെ വട്ടം കറക്കി തീർക്കരുത്. കണ്ട, ഇനി നോക്കാം എങ്ങോട്ടാ വഴി. അങ്ങോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക വണ്ടിയെ. എത്തി നോക്കല്ലേ സാറേ. ഇവിടത്തെ കാഴ്ച കാണണ്ടേ? ഇത് കണ്ട, നമുക്ക് അല്ല സോഫ്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. കണ്ട, ഇരിക്കുമ്പോഴുള്ള കാഴ്ച മതി കേട്ടോ സാറേ. നേരെയാക്കി അല്ലാതെ നമ്മൾ എത്തിയൊരു കാഴ്ച കാണണ്ട. മനസ്സിൽ ഇപ്പൊ അയാളാ സാറ്. ഈ വഴി നോക്കുന്നില്ല. ഇത് കണ്ട സാറ് പോവും. ഈ വഴി കണ്ട സാറ് മുന്നോട്ട് നീങ്ങും. സാർ അയാളെ നോക്കിയിരിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് പോവാ. വണ്ടി നോക്കി കൊണ്ടുപോകണ്ട. ഈ ലെഫ്റ്റ് സൈഡ് തെളിഞ്ഞ് കാണുന്ന അത്രയും കാലം നമുക്ക് അവിടെ പോവാം. കണ്ട, അത്രയും സ്ഥലം നമുക്ക് ഓപ്പൺ ആയിട്ട് ലെഫ്റ്റ് സൈഡ് കാണാം. ആ സ്ഥലം യൂസ് ചെയ്ത് സാറ് വണ്ടിയെ കൊണ്ടുപോയിക്കോണം. നിവർന്നു കണ്ട, ഇപ്പോഴും റൈറ്റ് കാണാൻ മേലെന്നേ ഉള്ളൂ. ലെഫ്റ്റ് സാറിന് കാണാം. നമ്മുടെ സൈഡ് ലെഫ്റ്റാ. നമ്മൾ ആ ലെഫ്റ്റിൽ കൂടെ വണ്ടിയെ കൊണ്ടുപോയിക്കോണം. റൈറ്റിൽ എന്താന്ന് ആലോചിക്കരുത്. കഴിഞ്ഞില്ലേ?
ഇപ്പൊ അടുത്തത് സാറ് നോക്ക്, ലെഫ്റ്റ് സാറിന് കാണാം, അവിടെ വരെ കാണാം. അവിടെ ചെന്നാലേ അടുത്ത സ്ഥലം സാറിന് കാണാൻ പറ്റുള്ളൂ. അവിടെ ചെല്ലുമ്പോൾ ഇതേ കണ്ടോ, തെളിഞ്ഞു വന്നു. ലെഫ്റ്റ് ഓപ്പൺ ആണ്, ആ ലെഫ്റ്റിൽ കൂടെ സാറ് പോയിക്കോണം. ഇനിയും സാറ് നോക്കും, ആ ലെഫ്റ്റ് മാത്രം മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അല്ലാതെ റൈറ്റിൽ എന്താന്ന് എത്തി നോക്കരുത് പോയി. ഓക്കെ ആണോ? ഓടിച്ചോണം. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആരെയും ചെലവിലൊന്നും അല്ല സാറേ. നമ്മുടെ സ്വന്തം വണ്ടി നമ്മൾ ചിലപ്പോ കൊണ്ട് ഇടിക്കും, ചിലപ്പോ കൊക്കെ കൊണ്ട് തള്ളും. അതൊന്നും അവരെ നമ്മൾ ബോധിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരാവശ്യവും ഇല്ല. സൂപ്പർ. സാറിന്റെ ലെഫ്റ്റ് മാത്രം നോക്ക്, ആക്സിലേറ്റർ ഒരുപാട് വേണ്ട. സോഫ്റ്റ് ആയിട്ട് വണ്ടിയെ ഉരുട്ടി അങ്ങോട്ട് കൊണ്ടുപോയല്ലേ. റൈറ്റ് നോക്കരുതേ, പതിയെ നീങ്ങട്ടെ. സാറ് ഇങ്ങോട്ട് മാത്രം നോക്ക്. പോസ്റ്റ് ആണ് മുന്നിലുള്ളത്. മുന്നോട്ട് ചെല്ലും തോറും അതേന്ന് വണ്ടി മാറണം. കണ്ട, മാറി വരുന്നുണ്ട്. അപ്പൊ അത് പൂർണ്ണമായിട്ട് അതേന്ന് മാറുന്നവരെ സാറൊന്ന് വെയിറ്റ് ചെയ്യും. കണ്ട, നേരെയാക്കി കൊണ്ടുപോവാം. അവിടെ കുറച്ച് സമയം എടുത്താൽ മതി. ഇതുപോലെ സമയം എടുക്കുമ്പോൾ ചിലപ്പോൾ പുറകെ ഒരുത്തം വന്ന് ഹോൺ അടിക്കും. അപ്പൊ അവനെ നമ്മൾ മനസ്സുകൊണ്ട് പറഞ്ഞു വിടുക, അത്രേ ഉള്ളു. ധൈര്യമാക്കുക, അല്ല പറ്റത്തുള്ളൂ. അതിന് വേണ്ടി ഞാൻ സ്പീഡ് കൊടുക്കാനൊന്നും പറ്റില്ല എനിക്ക്. അവന് വേണമെങ്കിൽ അവൻ വെയിറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ അവനോട് പറയണടാ, എനിക്ക് ഇത്രയും കൈകാര്യം ചെയ്യാൻ പറ്റും, ഞാൻ സ്പീഡ് എടുത്താൽ തട്ടും വണ്ടി, നീ എടുത്ത് മാറ്റിയിട്ടുക. അങ്ങനെ പറയാനുള്ള ഒരു മനസ്സ് കാണിച്ച സാർ ഒരു ഡ്രൈവറാണ്. അങ്ങനെ നമ്മൾ മനസ്സ് വെക്കുക. അല്ലെ അയാൾക്ക് എന്ത് തോന്നുന്നു, ഇയാൾക്ക് എന്ത് തോന്നുന്നു നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല. അതുകൊണ്ടാണ് ഈ 2 കൊല്ലമായിട്ട് സാർ ആ വീട്ടിൽ തന്നെ വണ്ടി ഇട്ടത്. ഒരുപാട് സൈഡിലായി പോയി. ആ പുല്ല് കണ്ടിട്ട് സാർ അതൊന്നും മാറിയില്ലായിരുന്നു. നമ്മൾ വണ്ടി എപ്പോ ഓടിച്ചാലും ചെയ്യേണ്ട ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് ഓടിക്കുക. ലെഫ്റ്റ് സൈഡിലെ കാഴ്ചകൾ മാത്രം കാണുക. റൈറ്റ് സൈഡിലെ കാഴ്ചയില്ല. റൈറ്റ് സൈഡിൽ ഒരു കാഴ്ചയും ഇല്ല കേട്ടോ. ഷേക്കിങ് വരുന്ന സ്പീഡ് കൂടിയിട്ടാണ്. ആ വളവിനനുസരിച്ച് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതിലും മേളിൽ സ്പീഡ് കയറുമ്പോഴാണ് വെട്ടിക്കുന്നത്. പെട്ടെന്ന് തിരിക്കാൻ നോക്കുന്നത്. അവിടെ സമയമെടുത്ത് തിരിക്കുക എന്ന് വെറുതെ ചെയ്താൽ മതി. ഇവിടുന്ന് എങ്ങോട്ട് സാറിന് പോകണം? ലെഫ്റ്റ് പോകണം, റൈറ്റ് പോകണം? റൈറ്റ് പോകണം. സാറിന് എങ്ങോട്ട് പോകണം അങ്ങോട്ട് പോയി. പവർ റീച്ച് ഔട്ടല്ലേ സാറേ? അപ്പൊ ഇൻഡിക്കേറ്റർ ഓൺ ചെയ്ത് കൊടുക്കും സാറ്. നമ്മുടെ ലെഫ്റ്റ് കണ്ടല്ലോ, അയാൾ നിൽക്കുന്ന സ്ഥലം വരെ ഓപ്പൺ ആണ്. അപ്പൊ അങ്ങോട്ട് ചരിഞ്ഞ് കൊണ്ടുപോയല്ലോ വണ്ടിയെ. ഓക്കെ ആണോ? ഒരു ഇത്തിരി കൂടെ മുന്നോട്ട് കയറി നിൽക്കട്ടെ. പുറകിലേക്ക് നോക്കരുത്. ഇനി ഇച്ചിരി കൂടെ മുന്നിലേക്ക് കയറി നിൽക്കാമല്ലോ നമുക്ക്. അവിടെ ഒന്ന് നിൽക്കട്ടെ. എന്നിട്ട് റൈറ്റ് സൈഡിൽ വണ്ടി ഇല്ലാത്ത സമയത്ത് ഇനി നീങ്ങിയാൽ മതി. 1 ഇഞ്ച് മുന്നോട്ട് നീങ്ങി സാറേ. മതി. കണ്ട, ഗ്യാപ്പ് കിട്ടുമ്പോ 1 ഇഞ്ചെങ്കിൽ 1 ഇഞ്ച് മുന്നിലേക്ക് നീക്കി എടുത്തോണം വണ്ടിയെ. അപ്പൊ ഫ്രണ്ടും നോക്കണം. അവിടുത്തെ ഗ്യാപ്പ് കാണുമ്പോ ഇവിടെ നോക്കിയിട്ട് നീങ്ങാവുള്ളൂ. നീങ്ങട്ടെ 1 ഇഞ്ച്. അതിന് വീണ്ടും നിർത്ത്. ഓപ്പൺ ആയില്ലേ? തിരിഞ്ഞ് വാപ്പാ തീയെ. ബ്രേക്കിൽ തന്നെ കാല് വെച്ചോണം കേട്ടോ സാറേ. ഇത് തിരിഞ്ഞ് ഇനി നിവരുന്നവരെ വേറെ ആരെ പറ്റി ചിന്തിക്കരുത്. കഴിഞ്ഞു. കണ്ട, ഇനി സാറ് സോഫ്റ്റ് ആയിട്ട് നീങ്ങട്ടെ. സാർ ഇനി ഒറ്റക്ക് വരുമ്പോ ഇതിലും കൂടുതൽ സമയം എടുത്തു. നേരങ്ങി ഇതിലും കൂടുതൽ ടൈം എടുത്തു. ആരും ഒന്നും പറയാനില്ല. മനസ്സിലായ? ഇനി ഒറ്റക്ക് സാറ് ഒരുപാട് വലിയ തിരക്കിലോട്ടും പോകണ്ട. കുറെ നാള് തിരക്കില്ലാത്ത സ്ഥലത്ത് ഓടിച്ച് റെഡിയായതിനു ശേഷം സാറ് വെളിയിലോട്ട് ഇറങ്ങിയാൽ മതി. അല്ല പെട്ടെന്ന് തന്നെ തിരക്കിലോട്ട് പോകുമ്പോൾ ഞങ്ങളാണേലും ഉള്ളിൽ ഭയം വരും. മനസ്സിലായി? അത് സ്വാഭാവികം, മനുഷ്യരുള്ളതാ. മനസ്സിലായി? തിരക്ക് കാണുമ്പോൾ സാറിന് കൺട്രോൾ ചെയ്ത് നിർത്താം എന്ന് ഉറപ്പുള്ളപ്പോൾ മാത്രം നല്ല തിരക്കിലോട്ട് പോയാൽ മതി. അതുവരെ സാറ് പതുക്കെ തിരക്കില്ല. എല്ലാ ദിവസവും ഓടിക്കണം വണ്ടി. ഒരു ദിവസം പോലും ഓടിക്കാതിരിക്കരുത്. എല്ലാ ദിവസവും ഒരു 3 നേരമെങ്കിലും ഓടിക്കണം. എവിടെയും പോകണ്ടെങ്കിലും സാറിന്റെ പോർച്ചിൽ കയറാനും ഇറങ്ങാനും കാണിച്ചു തരും. സാർ എവിടെയെങ്കിലും പോയി വണ്ടി ഓടിച്ചു തിരിച്ചു കൊണ്ടുവന്ന് അതിനകത്ത് ഇട്ടോണം. അത്രേ ഉള്ളൂ. എല്ലാ ദിവസവും ഒരാവശ്യമില്ല. പലരും പല സ്വഭാവക്കാരാ. ഒരു ഡ്രൈവറിനെ പോലും ഇതിനകത്ത് കയറ്റിയിട്ട് അയാൾ ഒച്ചത്തിൽ പറയുമ്പോൾ സാറ് പാനിക്കാവും. തിരിയടാ ചരിക്കടാന്ന് പറയുമ്പോൾ സാറ് ടെൻഷൻ ആവും. അത് വേണ്ട. സാറ് സ്വയമേ പോയിട്ട് സാറിന് ഇഷ്ടമുള്ള വേഗതയിൽ പോയിട്ട് തിരിച്ചു വന്ന് ഇടുക. ആരെ ആശ്രയിക്കണ്ട. സാറിന് അറിയാലോ ഇന്ന ടൈമിലെല്ലാം തിരക്ക് കുറവാ റോഡില്. കാഴ്ച അവിടുത്തെ എടുക്കരുത്, ഈ കാഴ്ച മാത്രം എടുക്ക്. സാറിന് അങ്ങനെ പാനിക് ആക്കിയതാ ഡ്രൈവർ. ഇതാണ് തിരിയടാ ചരിയടാ ചവിട്ടാന്നെല്ലാം പറഞ്ഞു അല്ല. വണ്ടി പറയുന്നത് എനിക്ക് അറിയാം, കോൺഫിഡന്റ് ഉണ്ടാവുമ്പോ നമ്മളെ ഇടിക്കില്ല. പിന്നെ എന്റെ മനസ്സംഗീതായി. ഇനി കുഴപ്പമൊന്നും സാറിന് കുഴപ്പമൊന്നുമില്ല സാറേ. ഒന്ന് സ്ലോ ചെയ്യണം. നിർത്താനല്ല, അവര് ചാടിയാ നിർത്താൻ പറ്റണം നമുക്ക്. പോട്ടെ. അപ്പുറത്തെ കാഴ്ച എടുക്കാൻ പോകരുത്.
അവിടെ നിന്ന് വിമാനം വന്നാലും നമുക്ക് ഈ സൈഡേ ഉള്ളൂ. ആ, അപ്പൊ ഈ സൈഡ് മാത്രം നോക്കി വണ്ടിയെ കൊണ്ടുപോകും. ഇവിടെ ഒരാളെ കിട്ടി തട്ടരുത്, ഇവിടെ ഒരു തടസ്സം ഉണ്ടാവരുത്. തടസ്സം ഉണ്ടേ നീങ്ങരുത്. കണ്ട ഈ സൈഡ് ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടുന്ന് ഒരു ഹോൺ പോലും അടിക്കാതെ അവർ പോകുന്ന കണ്ട. നമുക്കൊന്ന് ഒതുക്കി നിർത്താം സാറേ. ഞാൻ പറഞ്ഞോണ്ടേ നിർത്തരുത് സാർ. ആദ്യം ഇൻഡിക്കേറ്റർ ഓൺ ചെയ്യും, എന്നിട്ട് ഒരു സ്ഥലം കണ്ടുപിടിക്കും. ഇൻഡിക്കേറ്റർ ഇട്ടാ മതി, വളവ് കഴിഞ്ഞിട്ട് നിർത്തിയാൽ മതി. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞ ഉടനെ നിർത്തുകയല്ല സാർ ചെയ്യേണ്ടത്. സാറാണ് ഈ വണ്ടി ഓടിക്കുന്നത്. എവിടെ എനിക്ക് സേഫായിട്ട് നിർത്താൻ പറ്റും ആ സ്ഥലം നോക്കി കൊണ്ടുപോയി നിർത്തിയാൽ മതി. അവൻ ഓൺ അടിച്ചെന്ന് പറഞ്ഞാൽ സാർ ഒന്നും ആകണ്ട കേട്ടോ. അതൊക്കെ സ്ഥലം ഉള്ളപ്പോ കയറിപ്പോയിക്കോളും. സൈഡ് തന്നെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കണം. അവരെ സാറിപ്പോ ബസ്സിനെ കണ്ടിട്ടല്ലേ കുറച്ചുകൂടി ഇങ്ങോട്ട് ഒതുങ്ങി വന്നത്, ശരിയല്ലേ? ആ ഒതുക്കിയതാണ്. നമ്മുടെ വണ്ടി ആ സൈഡിലെ പുല്ലിൽ മുട്ടിയാ തിരിഞ്ഞു വന്നത്. അവിടെ ഒരു മനുഷ്യനാണ് നിന്നിരുന്നെങ്കില സാർ അയാളെ തട്ടിയിടും. അപ്പൊ എന്തിനാ അവരെ നോക്കാൻ പോകുന്നത് സാറ്? സാറിന് പോകാൻ പറ്റുന്നില്ല, അവിടെ സ്ലോ ചെയ്ത് നിർത്തി കൊടുക്കും. അവൻ കടന്നു പോട്ടെ എന്ന് വെക്കണം. അല്ല ഉരുണ്ടോണ്ട് തന്നെ ലെഫ്റ്റിലോട്ട് തിരിക്കരുത്. ലെഫ്റ്റിലെ നമുക്ക് കാഴ്ച അറിയത്തില്ല അത്രയും, മനസ്സിലായോ? ആ കുഴിയെ കാണാൻ വല്ല ഉണ്ടെങ്കില വീര് പോയി വീഴത്തില്ല. നമുക്ക് അങ്ങനെ ഒരു തടസ്സമുണ്ട്. നമുക്ക് കയറിപ്പോ ഒരു കോൺഫിഡൻസ് ഇല്ലെങ്കിൽ അവിടെ നിർത്തി കൊടുക്കും. അവൻ കയറിപ്പോട്ടെ. ഈ സൈഡ് മാത്രം കെയർ ചെയ്ത് സ്ലോ ചെയ്ത് സമാധാനമായിട്ട് പോകും. കണ്ട സ്ഥലമില്ലാന്ന് തോന്നുമ്പോൾ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് നിർത്തി കൊടുത്താൽ മതി. വഴി വെട്ടി കൊടുക്കരുത്, പുതിയ വഴി ഒരുക്കി കൊടുക്കരുത് അയാൾക്ക്. അത്രേ ഉള്ളു കാര്യം. കണ്ട അത്രേ ഉള്ളു കാര്യം. അല്ല അവന് വേണ്ടി ഒരു വഴി നമ്മൾ കൊടുക്കരുത്. സാറിന് ഒരു കുഴപ്പമില്ലല്ലേ? സാറ് നന്നായിട്ട് ഓടിക്കുന്നുണ്ട്. സാറിന് ചെറിയ ചെറിയ ടെൻഷനായിരുന്നു. ഓടിക്കത്തില്ല സാറിനി? കുഴപ്പമൊന്നുമില്ല, ഒന്നുമില്ല സാറേ. ഇനി അങ്ങ് പൊയ്ക്കോണം. ആരെ അഭിപ്രായം കേൾക്കാൻ നിൽക്കരുത്. സാറിന്റെ സ്വന്തം വണ്ടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചിലപ്പോ നമ്മള് കൊക്കയിൽ വെച്ച് ഒറ്റ തള്ളുകളുടെ വരുമെന്ന് വിചാരിക്കണോ? നമ്മുടെ സ്വന്തം വണ്ടി നമ്മൾ എന്ത് വേണേലും കാണിക്കുമെന്ന് പറഞ്ഞേക്കണം. ഓടിച്ച് നശിപ്പിക്കുക. ഞാൻ നേരത്തെ വന്നപ്പോഴേ പറഞ്ഞില്ല സാറിനോട്, ഓടിച്ച് നശിക്കട്ടെ. വണ്ടി ആകുമ്പോൾ തട്ടുകയും ചെയ്യും മുട്ടുകയും ചെയ്യും. നമ്മള് മനഃപൂർവ്വം ആരെയും കൊണ്ട് ഇടിക്കുന്നുണ്ടാ? ഇല്ല, പിന്നെ എന്തിനാ മേടിക്കുന്നത്? ഇപ്പൊ സാറിപ്പോ ഈ വണ്ടി തട്ടൂന്ന് പുറത്താണ് പുറത്തിറക്കുന്നത്. ചിലപ്പോ ആ ഷട്ടറിൽ തന്നെ ആണെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാലോ? വണ്ടി സ്ക്രാച്ച് ആകത്തില്ല. ഒരു തെങ്ങിൻ ചോട്ടി കൊണ്ടിടുമ്പോ ഒരു തേങ്ങ വീണാലോ? അപ്പൊ അങ്ങനെയല്ല വെട്ടിക്കല്ലേ സാറേ? വെട്ടിക്കൽ വരരുത്. ആ കൈ മേളിൽ കൊണ്ടുപോകാൻ നോക്കിയാ മതി. ഇത് താഴെ വയ്ക്കരുത്. ഇതിങ്ങനെയാണ്. അപ്പൊ വെട്ടിക്കത്തില്ല സാറ്. മേളിൽ കൊണ്ടുപോയാൽ സാർ എടുത്ത് വെട്ടിക്കും ഇങ്ങനെ. അന്ന് നമ്മള് ഇതിലെ വന്ന് വെള്ളം കയറിയ സ്ഥലമല്ലേ നമ്മള്? വെള്ളം കയറിയ അന്ന് ഞങ്ങൾ ഇതിലെ വന്നപ്പോ ഭയങ്കര വെള്ളമായിരുന്നു. നമ്പർ പ്ലേറ്റ് പോയായിരുന്നു ആ വണ്ടിയുടെ, അല്ലേ? അമ്മ നല്ല വെള്ളമായിരുന്നു. ഒരു അതല്ല, അതിൽ മുകളിലായിട്ടുണ്ടെന്ന്. ആയിട്ടുണ്ട്, 3-4 മാസമായിട്ടുണ്ട്. ദുബായിലാ UAE സെറ്റിൽഡ് ആണ് അവര്. ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് എന്തോ വന്നത് ആർക്കും.
ഓക്കെ